ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് നൽകിയത് 2017 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമെന്ന് അന്നത്തെ ബോർഡ് അംഗമായിരുന്ന അജയ് തറയിൽ. ഇതിന് ബോർഡ് തീരുമാനമില്ല. വാജി വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് അന്ന് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയാണ് വാജി വാഹനം തന്ത്രിയുടെ കയ്യിലെത്തിയത്. കൊടിമരത്തിലെ പറയും അഷ്ടദിക്പാലരുടെ മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നും അജയ് തറയിൽ പറഞ്ഞു. വാജി വാഹനത്തിൽ പുതിയ കേസ് വരാനുള്ള സാധ്യത നിലനിൽക്കെയാണ് അജയ് തറയിലിന്റെ ഈ പ്രതികരണം. 2017 ശബരിമലയിൽ കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. ആ പഴയ കൊടിമര പ്രതിഷ്ഠയിൽ ഉണ്ടായിരുന്ന വാജി വാഹനമാണ് തന്ത്രിക്ക് കൈമാറിയത്. അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അന്ന് ബോർഡിന്റെ പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയാണോ ഈ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത്? അതെ, അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അവർക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന മുഴുവൻ അതിൽ പറയും മറ്റ് അഷ്ടദിക്പാലകരെയും മറ്റ് എല്ലാം നമ്മൾ മഹസ്തർ എഴുതി ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണറെ ഏൽപ്പിച്ച് സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടാൻ പറഞ്ഞപ്പോൾ ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ടായത്. അത് പ്രസിഡന്റ് നിർദ്ദേശാനുസരിച്ച് ചെയ്തൊരു കാര്യമാണ്. ബോർഡിൻ്റെ ഏതെങ്കിലും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ? തീരുമാനമൊന്നുമില്ല ബോർഡിൻ്റെ. അത് തീരുമാനം ഉണ്ടായിട്ട് തോന്നുന്നില്ല, എനിക്കറിയില്ല എങ്ങനെയെന്ന്. അതങ്ങനെയാണ് അത് സിസ്റ്റം. ഈ ദേവസ്വം ബോർഡിലെയും എല്ലാ ക്ഷേത്രങ്ങളിലെയും അതിന് മുമ്പുള്ള വാജിവാഹനം തന്ത്രിക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ ചെയ്തൊരു കാര്യമാണ്. അത് ശരിക്കും ദേവസ്വത്തിൻ്റെ ഒരു അസറ്റ് രജിസ്റ്ററിലുള്ളതാണ് ഈ വാജിവാഹനം അടക്കമുള്ളത്. ദേവസ്വത്തിൻ്റെ അസറ്റായിട്ട് അത് ഉണ്ടാകാം ചിലപ്പോൾ. പക്ഷെ അത് ദേവസ്വത്തിൻ്റെ അസറ്റായ പല കാര്യങ്ങളും തന്ത്രിക്ക് അവകാശപ്പെട്ട തന്ത്രിക്കൂടെ ആയിരിക്കുമല്ലോ. അങ്ങനെ കൊടുത്തതാണ്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അന്വേഷിച്ചില്ല. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചോ അതിൻ്റെ റെക്കോർഡുകളായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അന്വേഷിച്ചില്ല. കീഴ്വഴക്കം അങ്ങനെയാണ്, അങ്ങനെ കൊടുത്തു എന്ന ഒരു ദക്ഷിണ എല്ലാം കൊടുക്കുന്ന പോലെ ഉള്ള സംഭവമാണ് കണ്ടത്. അന്ന് കൊടുത്തു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്ത കാര്യമാണ്. അഷ്ടദിക്പാലകർ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മഹസർ എഴുതി അന്ന് സ്ട്രോങ് റൂമിലുണ്ട്. അഷ്ടദിക്പാലകരുണ്ട്, മുഴുവൻ പറകളും എല്ലാം അവിടെയുണ്ട്. അവിടെ വെച്ചിരുന്നത് മഹസറിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ കാണാനില്ലെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷെ അന്നെല്ലാം ഏൽപ്പിച്ചു, അവിടെ എല്ലാം കൊടുത്തു. അതിൻ്റെ ദേവസ്വം ബോർഡ് ഒരു പൈസ പോലും ചെലവില്ലാതെയാണ് കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. അതിന് മുഴുവൻ കണക്കും ദേവസ്വം ബോർഡിന് അത് ഞങ്ങളല്ല നടത്തിയത്. അത് ഹൈക്കോടതിയിൽ ഞങ്ങൾ ഒരു പെറ്റീഷൻ കൊടുത്തു. ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ വെച്ചു, ASP കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ഇത് മുഴുവൻ നടത്തിയത്. അതിൻ്റെ കണക്കും അദ്ദേഹം ഹൈക്കോടതിയിലും കൊടുത്തിട്ടും ദേവസ്വം ബോർഡിലും കൊടുത്തിട്ടും അതൊക്കെ അവിടെ ഉണ്ട്. ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആന്ധ്രയിലെ ഒരു ഗ്രൂപ്പാണ് പൂർണ്ണമായും ചെയ്തത്. അത് ആ പൈസയും ഗോൾഡും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് ASP കുറിപ്പാണ്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൊടിമരവും അതോടൊപ്പം തന്നെ ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് അതിലൊരു അന്വേഷണത്തിനുള്ളൊരു സാധ്യതകൾ. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ. തന്ത്രി 3 മാസം മുമ്പ് പറഞ്ഞല്ലോ, വാജിവാഹനം എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ ദേവസ്വം ബോർഡ് തരാൻ തയ്യാറാണെന്ന് അദ്ദേഹം 3 മാസം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ. പിന്നെ കണ്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം പുറത്ത് വന്നപ്പോഴാണല്ലോ തന്ത്രി പറഞ്ഞത്, എൻ്റെ കയ്യിൽ വാഹനമുണ്ട്, ഞാൻ ദേവസ്വം ബോർഡ് തരാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് പുള്ളി പറഞ്ഞ കാര്യമാണ്. അത് അദ്ദേഹത്തിന് ഇത് കൈവശം വച്ചിരിക്കുന്നതിൽ എന്തോ ഒരു തെറ്റുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും. എനിക്കറിയില്ല അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ആ വാജിവാഹനം കൈമാറിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ വ്യക്തമാക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.